അടുത്ത ദിവസങ്ങളായിട്ടുണ്ടായ രണ്ട് ദാരുണ മരണങ്ങൾ മനസാക്ഷിയുള്ള എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ മരണം നടക്കുന്നത് കോട്ടയം സംക്രാന്തി അടിച്ചറയിലാണ്. ദീർഘകാലമായിട്ട് വിദേശത്തായിരുന്ന ഇദ്ദേഹം സാമാന്യം സമ്പന്നനും നാട്ടുകാർക്കിടയിൽ മതിപ്പുള്ളയാളുമാണ്. ഇദ്ദേഹത്തിന്റെ രണ്ട് മക്കളും വിദേശത്ത് സ്ഥിരതാമസക്കാരാണ്. ഭാര്യയോടൊത്ത് താമസിക്കുന്നതിനിടെ സ്വയം കഴുത്ത് മുറിച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. രണ്ടാമത്തെ മരണം ഇടുക്കി ജില്ലയിലെ കുമളിയിലാണ്. മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് 76 വയസ്സുള്ള അമ്മയെ വാടക വീട്ടിൽ ആരോരുമില്ലാതെ ഒറ്റയ്ക്കായുള്ള അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസും നാട്ടുകാരും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം സംക്രാന്തിയിലെ മരണത്തിന്റെ കാരണം പൊതുസമൂഹം അറിയുന്നത് കുടുംബത്തെ വളരെ കാലമായി അടുത്തറിയുന്ന വൈദികർ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കിടെ നടത്തിയ ചരമ പ്രസംഗത്തിൽ നിന്നാണ്. 15 വർഷമായിട്ട് തനിക്ക് കുടുംബത്തെ അറിയാമെന്നാണ് വൈദികൻ പറയുന്നത്. തന്റെ രണ്ട് മക്കളെയും ഓസ്ട്രേലിയയിൽ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം 1.35 കോടി രൂപയോളം ചെലവഴിച്ചു. പിന്നീട് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കുമായിട്ടും പണം ചെലവഴിച്ചു. തന്റെ സമ്പാദ്യം എല്ലാം തീർന്നു കഴിയുമ്പം പണം വായ്പ എടുത്ത് നൽകി. തന്റെ പല ആവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇദ്ദേഹം മക്കളുടെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം തന്റെ മക്കൾ തന്നെ ഡാഡി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാത്തിരുന്നതെന്നാണ് വൈദികൻ പറയുന്നത്. എന്നെങ്കിലും തന്റെ മക്കൾ തന്നെ ഡാഡി എന്ന് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ജീവിച്ചതെന്ന് വൈദികൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസ്കാര ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മകനോടും വിദേശത്തിരുന്ന് ഇതിന്റെ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന മകളോടുമായിട്ട് വൈദികൻ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ ആരെ ഡാഡി എന്ന് വിളിക്കുമെന്ന്. കഷ്ടപ്പെടുത്തി ഒറ്റപ്പെടുത്തിയൊക്കെ നാം എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ദാരുണ മരണമെന്നാണ് വൈദികൻ പറയുന്നത്. കുമളിയിലെ അമ്മയ്ക്കും 2 മക്കളുണ്ട്. മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൈക്കലാക്കി ഇവരെ വാടക വീട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇവരെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുമളി പോലീസിന് ലഭിക്കുന്നത്. പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഒടിഞ്ഞ വലത് കൈയുമായി ഭക്ഷണവും മരുന്നുമില്ലാതെ അവശ്യ നിലയിലായിരുന്നു ഈ അമ്മ. തുടർന്ന് പഞ്ചായത്ത് അംഗം അടക്കമുള്ള നാട്ടുകാരുടെ സഹകരണത്തോടെ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പിറ്റേന്ന് മരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ കുമളി ബസ് സ്റ്റാൻഡിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് സംസ്കരിക്കുകയായിരുന്നു. വലിയൊരു ജനാവലി അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മകൻ കേവലം ഒരു കാഴ്ചക്കാരനായി എത്തി. മകൾ എത്തിയതുമില്ല. സ്വത്ത് വിറ്റ് കിട്ടിയ പണം വീതം വെച്ചതിലുള്ള പ്രതിഷേധമാണ് ഉപേക്ഷിക്കാൻ കാരണമെന്ന് മകൻ നാട്ടുകാരെ അറിയിച്ചു. മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. IPC സെക്ഷൻ 24 പ്രകാരം മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും അവഗണിക്കുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളും കേരളത്തിൽ തീർത്തും ഒറ്റപ്പെട്ടതല്ല. പണവും സമ്പത്തും ഒക്കെ ജീവിത ലക്ഷ്യമാകുമ്പോൾ ജീവിത മൂല്യങ്ങൾ തകർന്നടിയും. കുടുംബ ബന്ധങ്ങളുടെ ആഴം സമ്പത്തിലല്ല സ്നേഹത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കുകയാണ് പ്രധാനം.